केरला में बीजेपी कभी सरकार में नहीं रही, लेकिन फिर भी हमने केरला के विकास का पूरा प्रयास किया है। मैंने अपना ट्रैक रिकॉर्ड आपके सामने रख दिया है, लेकिन कांग्रेस और कम्युनिस्टों के नए गठबंधन का हाल क्या है? उनका एक ही ट्रैक रिकॉर्ड है, एक ही उपलब्धि है। कैसे उन्होंने पूरे देश को दशकों तक एक ही परिवार के कब्जे में रखा। उनके लिए परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है। कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है। केरला में उनकी भी सरकार इसी मॉडल पे चल रही है, क्योंकि ये लोग केरला में तो एक दूसरे के दुश्मन है, लेकिन केरला के बाहर बाकी देश में ये एक दूसरे के बीएफएफ यानी बेस्ट फ्रेंड फॉर एवर है। आप देखिए केरला में लोग एक दूसरे पर हत्या का आरोप लगाते हैं, एक दूसरे के कार्यकर्ताओं का जीवन संकट में डालते हैं। कांग्रेस ने तो कम्युनिस्ट सीएम पर घोटालों के आरोप भी लगाए और उन्होंने फांसीवादी तक बता डाला। जवाब में कम्युनिस्ट सरकार ने कांग्रेस के लोगों पर लाठीचार्ज कराया। कम्युनिस्ट अब कांग्रेस की पिछली सरकारों को घोटालों का जिम्मेदार बता रहे हैं। ये लोग कांग्रेस के युवराज को केरला से बाहर रहने की नसीहत भी दे रहे हैं, लेकिन केरला के बाहर ये इंडी गठबंधन की बैठक में कम्युनिस्ट और कांग्रेस साथ साथ बैठते हैं, बगल बगल में बैठते हैं, समोसा खाते हैं, बिस्किट खाते हैं, चाय पीते हैं। यानी तिरुवनंतपुरम में कुछ और भाषा, दिल्ली में कुछ और बोली। इस धोखाधड़ी का जवाब केरल के मेरे भाइयों बहनों आने वाले चुनाव में हर केरला का नागरिक देने वाला है। സുഹൃത്തുക്കളെ, കേരളം ബിജെപി ഒരിക്കലും ഭരണത്തിലിരുന്ന പാർട്ടിയല്ല. പക്ഷേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് എക്കാലവും ഭാരതീയ ജനതാ പാർട്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ഇവിടെ എൻ്റെ സർക്കാരിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും മുന്നണികൾ, ഈ മുന്നണിയുടെ പുതിയ മുന്നണി CPM കോൺഗ്രസ് മുന്നണിയുടെ അവസ്ഥ എന്താണ്? അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്? അവരുടെ നേട്ടം എന്താണ്? അവരെങ്ങനെ ഈ നാടിനെ ദശകങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഒരൊറ്റ കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ നാടിനെ അടിയറ വെച്ചു. അവർക്ക് ഒരൊറ്റ കുടുംബത്തിന്റെ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളാണ് നാട്ടിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ താല്പര്യങ്ങളെക്കാൾ വലുത്. കോൺഗ്രസിന്റെ ഈ സമീപനം അതേ സമീപനം ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും അവലംബിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോൺഗ്രസിന്റെ കുടുംബവാഴ്ചയുടെ, കുടുംബാധിപത്യത്തിന്റെ അതേ മാതൃകയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തില് ഇവർ പരസ്പരം ശത്രുക്കളായിട്ടാണ് അഭിനയിക്കുന്നത്. പക്ഷെ കേരളത്തിന് പുറത്തു പോയാൽ ഇവരേറ്റവും അടുത്ത ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ,
BFF ആണ്. നിങ്ങൾ നോക്കണം, കേരളത്തിലെ ആളുകൾ, കേരളത്തിൽ ഈ രണ്ട് മുന്നണികൾ പരസ്പരം ആരോപണം ഉന്നയിക്കുന്നവരാണ്. പരസ്പരം കൊലപാതകങ്ങളുടെ ആരോപണങ്ങളുണ്ട്, പ്രവർത്തകർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളുടെ ആരോപണമുണ്ട്. കോൺഗ്രസ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കുംഭകോണം നടത്തുന്നു, ഫാസിസ്റ്റ് ആണ് എന്നൊക്കെയാണ്. മറുപടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പറയുന്നത് കോൺഗ്രസ്സുകാര് ഈ ആരോപണത്തെ നേരിടുന്നത് ലാഠി കൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് സർക്കാർ, ആ സർക്കാർ കോൺഗ്രസിന്റെ മുൻകാല സർക്കാരുകളുടെ അഴിമതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിന് മറുപടി പറയുന്നത്. പക്ഷേ കേരളത്തിന് പുറത്തു പോകുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഈ രണ്ട് പാർട്ടികളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് ബിസ്ക്കറ്റ് കഴിക്കുന്നു, ഒരുമിച്ച് സമൂസ കഴിക്കുന്നു. അങ്ങനെ അവര് കേരളത്തിന് തിരുവനന്തപുരത്ത് വരുമ്പോ പറയുന്ന ഭാഷയൊന്ന്, അവരുടെ വാക്കുകളൊന്ന്, തിരുവനന്തപുരത്തിന് പുറത്തു പോയാൽ, ഡൽഹിയിൽ ചെന്നാൽ അവരുടെ പെരുമാറ്റം വേറെയൊന്ന്. ഈ ഇരട്ടത്താപ്പ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല.